അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങയുടെ തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണം ചെയ്യുന്നവരുണ്ട് ഈശോയെ, ഭാഗവടമ്പടി ചെയ്യുന്നവരുണ്ട് ഈശോയെ, സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട്, അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഈശോയെ, അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട്. എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതലെ നീ സങ്കടപ്പെടുന്നത്, അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകും. കർത്താവ് സെൻഡ് ചെയ്യണതാണത്. നീ ധൈര്യമായിട്ട് പോകാം. എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൻ്റെ ജീവസന്ധാന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്, ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട്, അത് വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ
തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ. നാട്ടിലെ വീട് പോലും വിറ്റുപോയവരുണ്ട് ഈശോയെ. ഇങ്ങനെ പലതരത്തിൽ വേദനിക്കുന്നവർ സങ്കടത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ടവരുടെ മനുഷ്യൻ്റെ കഴുത്തേ കയറിക്കൊണ്ട് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ തിന്മയുടെ ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ഈശോ ജോർദാൻ നദിയുടെ സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തി അരുളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ ഹി വാസ് കൂൾ ഡൗൺ. ശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിൽ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹിതമായ സംയമനം, അത് ദൈവം കൗണ്ട് ചെയ്യണതാണ്. അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ്. എന്താണ്? കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ്. ഇപ്പം കെട്ടിച്ച പെണ്ണുങ്ങൾ കെട്ടണമെങ്കിൽ തന്നെ മനസ്സിൽ തീരുമാനിക്കും, ഞാനൊരു കാരണവശാലും അവിടെ പൊറുക്കത്തില്ല, വീട്ടിൽ തന്നെ പൊറുക്കത്തുള്ളെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ അവൾ എത്രയും വേഗം പ്രഗ്നൻ്റായിട്ട് വയറ് വീർത്ത് തിരിച്ചു വരുകയും അന്നേരം ആരോടും പറയത്തില്ല, കെട്ടിയാൽ പിന്നെ ഇവളെ പോകത്തില്ല. എന്താ കാര്യം? ഇതിവിടെ താമസിച്ച് അവരുടെ മനസ്സ് അങ്ങനെ പാകപ്പെട്ടിരിക്കുന്നതാണ്. പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണം. അവൻ്റെ ജീവിതം കോഞ്ഞട്ടെ, അത് പോയി. എത്ര മനുഷ്യരെ നശിപ്പിച്ചിരിക്കണേ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ പൗഡർ ഇട്ടൊക്കെ മിടുക്കനൊക്കെ നടന്നിട്ട് കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ ഭീരുത്വമാണ് പിന്നിലെല്ലാം വരണത്, എല്ലാ വിഷയങ്ങളെല്ലാം. ഇതിനെ അതിജീവിക്കുന്നത് അനോയിൻറ്റിങ് കൊണ്ടാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമെന്ന് ഈശോ പറഞ്ഞില്ലേ. ഇപ്പം നീ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ ചിലപ്പോൾ ഒന്ന് ടേംസ് ആയി പോകാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് കഴിയുമ്പോൾ നീ അത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം. ഇപ്പം കണ്ട ഈശോ ജോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ശാന്തതയില്ലേ, അത് നെഞ്ചത്തിടിച്ചും തരുന്നത്. അയ്യോ ഞാൻ ഇന്ന് അവിടെ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിങ് വരുന്നുണ്ടല്ലോ. ഈ ജോർദാൻ നദീമുഖത്ത് നിന്ന് യൂദയ മരുഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ഇല്ലേ, ആ യാത്രയിൽ ഈശോ കാണിക്കുന്ന ശാന്തത എന്ന് പറയണത് എന്താണ്? ഈ ഒരു ശാന്തതയാണ് ഷിഫ്റ്റിങ്ങിന്, ട്രാൻസിഷനിൽ വരേണ്ടത്. ട്രാൻസിഷൻ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമാണ്. ട്രാൻസിഷൻ എപ്പോഴും സിറ്റുവേഷൻ, പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും, ഷിഫ്റ്റിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഷിഫ്റ്റിങ്ങിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കയർക്കും, ചിലർക്ക് പ്രതിരോധിക്കാം, കയർക്കാം. ആ പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാം. പക്ഷെ വളരത്തില്ല, ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല. ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അനുഭവം കൊണ്ട് മനസ്സിലായ പിന്നെ ദൈവം ഇടപെടത്തില്ല. അതാണ് ഏറ്റവും വലിയ. എന്താണ് ട്രാജഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മനുഷ്യന്മാരുടെ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയായിട്ട് നീ കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദൈവം പിന്നെ നിൻ്റെ കാര്യത്തിൽ ഇടപെടത്തില്ല. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന്
പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും
പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ.
ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുന്നതിന് അനുവദിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷീബ. ഞാൻ കൊച്ചി രൂപതയിൽ കുമ്പളങ്ങി സെൻറ്റ് ജോർജ് ഇടവക അംഗമാണ്. ഞാൻ 2018 ആദ്യമായി ഉടമ്പടി എടുത്തിട്ടുള്ളത്. ഞാൻ 2022 ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. കഴിഞ്ഞ 3 വർഷത്തെ ഉടമ്പടി ജീവിതത്തിൽ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ, സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2022 വരെ ഡെപ്യൂട്ടേഷനിൽ എറണാകുളത്താണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ എൻ്റെ പേരൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പുനലൂരിലായിരുന്നു. എൻ്റെ റിട്ടയർമെൻറ്റ് അടുത്തതുകൊണ്ട് എനിക്ക് തിരിച്ച് പുനലൂരിലേക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടതായി വന്നു. അപ്പം വളരെയധികം ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, ഒരു സൂപ്രണ്ട് എന്ന ജോലിയിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായി ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. മാതാവേ, ഈ 2 വർഷം എനിക്കിനി സർവീസുള്ള കാലം നല്ല രീതിയിൽ നല്ല ഉത്തരവാദിത്വത്തോടുകൂടി അവിടെ നിന്ന് ജോലി ചെയ്ത് എൻ്റെ സർവീസ് പൂർത്തിയാക്കാൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഒരു സൂപ്രണ്ടെന്ന നിലയിൽ ഞാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ടേബിളിൽ എപ്പോഴും മാതാവിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലി തുടങ്ങുന്നതിന് മുമ്പ് എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് എൻ്റെ ജോലി തുടങ്ങിയിരുന്നത്. ഓരോ ഫയലെടുക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ കൃപാസന ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി എനിക്ക് ചെയ്യാൻ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ 2024 വിജയകരമായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത്, അത് മാതാവിൻ്റെ ഒരു ബ്ലാക്ക് മാർക്ക് പോലും എൻ്റെ സർവീസിൽ ഉണ്ടാകാതെ എനിക്ക് റിട്ടയർ ചെയ്യാൻ സാധിച്ചു. അതെൻ്റെ മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ അനുഗ്രഹത്തിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ 2022 തിരിച്ച് പുനലൂർ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ 2 ദിവസമൊക്കെയാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ രാത്രിയൊക്കെ യാത്ര ചെയ്ത് വരേണ്ടി വരും, രാവിലെ വെളുപ്പിനെയും യാത്ര ചെയ്തേണ്ടി വരും. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു. എൻ്റെ ഓരോ കാര്യങ്ങളിലും എൻ്റെ യാത്രയിൽ എപ്പോഴും ഞാൻ മെഡൽ കുത്തിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. എന്നെ യാതൊരു ആപത്തും കൂടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കുടുംബജീവിതവും എൻ്റെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ EPF പെൻഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. EPF പെൻഷൻ വളരെ തുച്ഛമായ ഒരു തുകയായിരുന്നു. അത് റിട്ടയർമെൻറ്റ് അടുത്ത് വന്നതോടുകൂടിയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഈ പെൻഷൻ കൊണ്ട് എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ അതോടുകൂടി തന്നെ സുപ്രീം കോടതിയുടെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു EPF ഉയർന്ന പെൻഷന് വേണ്ടി. 2023 സുപ്രീം കോടതിയുടെ വിധി വരികയും ഉയർന്ന പെൻഷൻ അനുവദിക്കുവാൻ ഉത്തരവാകുകയും ചെയ്തു. ഞാൻ മാതാവിനോട് അത് നിയോഗത്തിൽ വെച്ചിരുന്നു. എൻ്റെ റിട്ടയർമെൻ്റ് ആകുമ്പോൾ എനിക്ക് പുതിയ ഹയർ പെൻഷൻ അനുവദിച്ച് കിട്ടണമെന്ന്. എന്നാലും പിന്നീടും അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയാക്കാൻ ഒരുപാട് താമസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഒക്ടോബർ മാസത്തിൽ ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ നിയോഗം വയ്ക്കുകയും 2024 അഖണ്ഡ ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 2024 ഞാൻ റിട്ടയർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ എനിക്ക് ഹയർ പെൻഷൻ അനുവദിച്ച് കിട്ടി. ഇപ്പോൾ എനിക്ക് നല്ലൊരു തുകയായിട്ട് പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഇതെനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇത്രയും നാൾ നടക്കാതിരുന്ന ഒരു കാര്യം എൻ്റെ റിട്ടയർമെൻ്റ് ആയപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരികയും അതിനനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകുകയും ചെയ്തത് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു.
പിന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഒരു EPF-ൻ്റെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് പ്രകാരം ഒരു ബാധ്യതയായിട്ട് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ എല്ലാവരും ഒരു തുക അവിടെ കെട്ടിവെക്കണമായിരുന്നു. അതിന് റിട്ടയർ ചെയ്ത് എല്ലാവരും പോകുമ്പോൾ ആ പൈസ നല്ലൊരു തുക അവിടെ അടച്ചു വെച്ചിട്ടായിരുന്നു സർവീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്നത്. അപ്പം ഞാനത് മാതാവിനോട് ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ മാതാവ് അത് നടത്തിത്തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ റിട്ടയർമെൻറ്റ് അടുത്തിട്ടും ഒന്നും തീരുമാനമാകാത്തത് കൊണ്ട് 2024 ഞാൻ ഇതുപോലെ അഖണ്ഡ ജപമാലയിൽ അതും നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് ഒരു കത്ത് പോവുകയും അതിന് മറുപടി ഉടനെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തു. എന്നാൽ 2024 ഞാൻ നവംബറിൽ റിട്ടയർ ചെയ്തപ്പം അതിനൊരു തീരുമാനം ഉണ്ടായില്ല. അപ്പം ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിതിലൊരു തീരുമാനമെടുക്കണം. ഞാൻ ഈ പൈസ അടച്ചിട്ട് എൻ്റെ ഗ്രാറ്റുവിറ്റി വാങ്ങണോ അതോ ഞാൻ അത് അടയ്ക്കാതെ വെയിറ്റ് ചെയ്യണോ? അതിനെനിക്ക് ഒരു തീരുമാനം, മാതാവ് എനിക്കൊരു മെസ്സേജ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് പ്രകാരം എനിക്ക് ആ സമയത്ത് ഒരു അനുകൂലമായിട്ടൊരു വേറൊരു തീരുമാനം അറിയാൻ സാധിച്ചു. എനിക്ക് ഇൻകം ടാക്സ് ഞങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ 24-25 ഞാൻ പൈസ അടച്ച് വാങ്ങിയാൽ എനിക്ക് 1 ലക്ഷം രൂപയോളം ഇൻകം ടാക്സ് വരുമായിരുന്നു. എന്നാൽ ഞാനത് ഏപ്രിലാണ് എൻ്റെ തുക കൈപ്പറ്റുന്നതെങ്കിൽ എനിക്ക് ടാക്സ് ഒഴിവാക്കി കിട്ടുമായിരുന്നു. അപ്പം ഞാനതൊരു ടാക്സ് കൺസൾട്ടൻറ്റിനോട് സംസാരിച്ചപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ വാങ്ങിയാൽ അത്രയും രൂപ ടാക്സ് ഒഴിവായി കിട്ടുമെന്നറിയാൻ കഴിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് ഇടപെട്ടിട്ടുള്ളതാണ്. 3 മാസം കൂടെ ഞാനത് നീട്ടി അടക്കാതിരിക്കാനായിട്ട് മാതാവ് അതിനുള്ളിൽ എന്തെങ്കിലും ഉത്തരവാകും, അതിനുവേണ്ടി മാതാവ് ഇടപെട്ട ഒരു കാര്യമാണ്. ഇത്രയും രൂപ എനിക്ക് ഒഴിവാക്കി തന്നത് മാതാവ് തീർച്ചയായിട്ടും ഇടപെട്ടതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്നെ മാർച്ചായിട്ടും പിന്നെ തീരുമാനമൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ ഏപ്രിൽ 1-ാം തീയതി ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. അച്ഛൻ ഞാൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഡോക്യുമെൻറ്റ്സ് ബ്ലെസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുകയും എനിക്കൊരു മെഡൽ തരികയും ചെയ്തു. ഞാൻ എല്ലാ ദിവസവും ആ മെഡൽ വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സന്ധ്യാപ്രാർത്ഥന സമയത്തും മാതാവിനോട് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി വീണ്ടും അത് തീരുമാനം ഉടനെ ആകുമെന്ന് അറിയാൻ സാധിച്ചു. എന്നാൽ അത് വീണ്ടും ലാഗ് ചെയ്ത് പോയി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്താ ഇങ്ങനെ എനിക്ക് പിന്നെ നീട്ടിക്കൊണ്ട് പോകുന്നത്? എനിക്കൊരു ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട, മാതാവ് ഇടപെട്ടിട്ടുണ്ട്, ഞാൻ ശാന്തമായിട്ടിരുന്നാൽ മതി, ഒരു തീരുമാനം എന്തായാലും ഉടനെ ആകുമെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ജോസഫ് അച്ഛൻ്റെ ടോക്കിൽ ഞാൻ കേട്ടു, ചില കാര്യങ്ങളിൽ ടൈം ലാഗ് വരുമ്പോൾ അത് നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് പരിഭവം പറയരുത്, അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യണം. നിങ്ങൾ മാതാവിനോട് പരിഭ്രമിച്ചാൽ നിങ്ങൾ സോറി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് സോറി പറഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എത്ര നാളായാലും എനിക്കൊരു തീരുമാനം, മാതാവിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്കിത് നടത്തി തരുമെന്ന് മാതാവ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ടൈം ലാഗ് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ കാര്യം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂണിലും ജൂലൈയിലും അത് നടന്നില്ല. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ ബോർഡ് മീറ്റിംഗ് ഒരു ആദ്യത്തെ ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അന്ന് ഉടമ്പടി പ്രാർത്ഥനയുള്ള ദിവസമാണ്. ഞാൻ അന്ന് രാവിലെ 10 മുതൽ ഉടമ്പടി പ്രാർത്ഥന കൂടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് 3 മണിക്ക് എനിക്കൊരു മെസ്സേജ് വന്നു, ഞങ്ങളുടെ ഓർഡർ ആയിട്ടുണ്ട്, ഇനിയുള്ള ആരുടെയും ലയബിലിറ്റി അടയ്ക്കേണ്ട എന്നറിയാൻ സാധിച്ചു. അത് അന്ന് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നതാണ്. അന്ന് തന്നെ എനിക്ക് 3 മണിക്ക് മെസ്സേജ് വന്നു, ഇങ്ങനെ അനുകൂലമായിട്ടൊരു ഉത്തരവായെന്ന്. പിന്നീട് അത് കിട്ടാൻ, ആ ഫണ്ട് കിട്ടാൻ പിന്നെയും വീണ്ടും 2 മാസത്തെ താമസം വന്നു. അപ്പം സെപ്റ്റംബറിൽ ഓണം ആയതുകൊണ്ട് കുറച്ച് ഷോർട്ടേജൊക്കെ വന്നതുകൊണ്ട് ഒക്ടോബറിലേക്ക് നീണ്ടുപോയി. അപ്പം ഞാൻ ഒക്ടോബർ 1-ാം തീയതി ഇവിടെ വരികയും മാതാവിൻ്റെ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുകയും, മാതാവെ 7 ദിവസം, ഈ ഒക്ടോബർ 7-ാം തീയതി എന്നൊരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അതിനുള്ളിൽ എനിക്ക് എൻ്റെ ഗ്രാറ്റുവിറ്റി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 6-ാം തീയതി എനിക്ക് കോൾ വന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ ഞാൻ 7-ാം തീയതി പുനലൂർ ചെന്ന് എൻ്റെ ഗ്രാറ്റുവിറ്റിയുടെ ചെക്ക് കൈപ്പറ്റുകയും ചെയ്തു. അത് 2014 മുതൽ റിട്ടയർ ചെയ്തു പോയ ഞങ്ങളുടെ ജീവനക്കാരെല്ലാവരും ഒരു വലിയ തുക അവിടെ ലയബിലിറ്റിയായി അടച്ചു വെച്ചിട്ടാണ് ആ തുക കൈപ്പറ്റിയിരുന്നത്. ആദ്യമായിട്ട് ഞാനാണ് ഒരു പൈസ പോലും ലയബിലിറ്റി ആയിട്ട് അടക്കാതെ ആ തുക കൈപ്പറ്റിയത്. മറ്റുള്ളവരെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട്, അവരിനി കേസ് പിൻവലിച്ചാൽ മാത്രമേ അവർക്ക് ആ തുക കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് ചെയ്തു തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ
മാതാവ് എനിക്കൊരുപാട് സംരക്ഷണം മാതാവിൻ്റെ ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനും മോളും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി വീഴുകയും, എന്നാൽ വൈറ്റിലയിൽ നിന്ന് പൊന്നുരുത്തിയിലോട്ട് പോകുന്ന സമയമാണ്, അവിടെ ഏറ്റവും ട്രാഫിക്കുള്ള സമയമാണ്. എന്നാൽ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് യാതൊരു പോറലും ഏൽപ്പിക്കാതെ ഞങ്ങളെ സംരക്ഷിച്ചു മാതാവ്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ കൃപാസന മാതാവിൻ്റെ എണ്ണയും തേനും ഉപ്പുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, സാധാരണ ചെറിയ എന്ത് അസുഖത്തിനും. അതുകൊണ്ട് തന്നെ എനിക്കത് പൂർണ്ണ വിശ്വാസമാണ്. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പലരും എന്നോട് വന്ന് ചോദിക്കും, മാഡം അതൊന്ന് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് തൈലവും തേനും ഒക്കെ നൽകുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ പുനലൂരായിരുന്നപ്പോൾ ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ പോയി പേഷ്യൻസിനെ കാണുകയും അവിടുത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ പേഷ്യൻസിൻ്റെ അടുത്തും പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ചെറിയ സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഇവിടെയുള്ള അനാഥാലയത്തിൽ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൃപാസനം പത്രം വാങ്ങിച്ച് ഞാൻ കൂടുതലും അക്രൈസ്തവരായിട്ടുള്ളവർക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. 40-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചുവെച്ചില്ല. ഷീബ സേവിയർ തൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഷീബയുടെ 2ാമത്തെ സാക്ഷ്യമാണിത്. സർവീസ്, തൻ്റെ ഗവൺമെൻറ് സർവീസ് വളരെ ആത്മാർത്ഥമായി ചെയ്തു തീർക്കുവാനുള്ളൊരു കൃപയ്ക്കായിട്ടാണ് മകളിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. അതിൻ്റെ വളരെ മനോഹരമായി വളരെ വിശ്വസ്തയോടെ അത് പൂർത്തീകരിക്കുവാൻ സഹായിച്ചതിനെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയാണ് ഷീബ. അതുപോലെ തന്നെ EPF പെൻഷൻ ലഭിക്കുവാനായി വളരെയധികം പരിശ്രമിക്കുകയും അത് പരിശുദ്ധ അമ്മ നേടിക്കൊടുക്കുകയും ചെയ്തു. അഖണ്ഡ ജപമാലയിലെ ഒരു വലിയ നിയോഗമായിരുന്നു തനിക്ക് അനുകൂലമായ ഒരു വിധി നടപ്പാക്കി തരണം. എൻ്റെ എല്ലാ സാമ്പത്തികമായ തകർച്ചകളിലും വരുന്നേക്കാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും എന്നെ സഹായിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് വളരെ ആഴമായി പ്രാർത്ഥിച്ചപ്പോൾ ഈശോയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളാണ് പണസംബന്ധമായ കാര്യങ്ങൾക്ക് ഈ മകൾക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത്. ഗ്രാറ്റുവിറ്റി ഫണ്ട് അടയ്ക്കാതെ തന്നെ ഈ മകൾക്ക് മറ്റാർക്കും ലഭിക്കാത്ത ഒരു വലിയ പണമിടപാട് ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഒക്ടോബർ 7 എന്ന് ഒരു ഡേറ്റ് കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ ദിവസമാണ് 7-ാം തീയതി. ഈ മാസം തന്നെ മറ്റുള്ളവരെല്ലാം ഒരുപാട് ഫണ്ട് കൊടുത്തതിന് ശേഷമാണ് അവർ കേസ് കൊടുത്ത് അവരുടെ നീതിക്കായി അംഗീകാരത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈ മകൾക്കൊരു പൈസ പോലും അടയ്ക്കാതെയാണ് ഈ മകൾക്ക് ഗ്രാറ്റുവിറ്റി ഫണ്ട് പെൻഷൻ സമയത്ത് ലഭിച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ജോസഫ് അച്ഛൻ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ 5 കാര്യങ്ങളാണ് മെയിൻലി അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാൻ നാം പ്രാർത്ഥിക്കുന്നത്. ഭൗതിക ആവശ്യങ്ങൾക്കായിട്ട് വീട്, വിവാഹം, കുഞ്ഞ്, പെയാർ, പെൻഷൻ. അതോടുകൂടി നമ്മളൊരു ജീവിതത്തിൻ്റെ ഏകദേശം ഒരു സായാഹ്ന സമയത്തേക്ക് എത്തുമ്പോൾ ദൈവത്തോട് നാം കാണിക്കുന്ന എത്രമാത്രം ആത്മാർത്ഥത നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യുത്തരമാണ് നാം പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ ഏറ്റുപറയുന്നത്. ഷീബയ്ക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ തൻ്റെ ജോലികൾ കൃത്യമായി ചെയ്തു. എനിക്ക് ദൈവം അതിനൊരു നല്ല പ്രതിഫലം നൽകിയിട്ടുണ്ട് എന്നൊരു ആശ്വാസമാണ് ഇന്ന് ഷീബയ്ക്ക് ഈ അൾത്താരയിൽ ഏറ്റു പറയാനുള്ളത്. ഒരുപാട് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും എല്ലാം മാധ്യസ്ഥവും സ്വർഗ്ഗദൂതന്മാരുടെ സഹായവുമെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം എത്രമാത്രം പരിശുദ്ധ അമ്മയോടും ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് ദൂരം സഞ്ചരിച്ചാലേ നമുക്ക് ആധ്യാത്മികമായ ഒരു ആസ്തി ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ ഉടമ്പടി എന്ന് പറയുന്നത് താത്കാലികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നാം എത്തിച്ചേരേണ്ടത് നിത്യതയിലാണ്. ഈശോ നമുക്ക് ഈ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് കൃപകളാകുവാനും കൃപകൾ അഭിഷേകമാകുവാനും വേണ്ടിയാണ്. ഈശോ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് ഈ കൃപാസനാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്.
സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, എത്ര തന്നെ ജീവിതഭാരങ്ങളുണ്ടായാലും അമ്മ നമ്മെ കൂട്ടിച്ചേർത്ത് നമ്മെ കൂടെ കൊണ്ടു നടക്കുന്നത് ആ ഒരു നിത്യതയിലേക്ക് നാം എത്തിച്ചേരാൻ വേണ്ടിയാണ്. നാം തീർത്ഥാടക ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നാം പരിശുദ്ധ അമ്മയോടുകൂടിയുള്ള ഒരു തീർത്ഥാടനം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അത് എത്തിച്ചേരേണ്ടത് ഈശോ എന്ന ഒരു ഡെസ്റ്റിനിയിലാണെന്ന് നാം മനസ്സിലാക്കുകയാണ്. ഈ മകളെപ്പോഴും ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയും ഓൾഡ് ഏജ് ഹോമിലുള്ള മക്കൾക്കെല്ലാം വേണ്ടിയും പരിശ്രമിക്കുകയും പല സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം പത്രം കൊടുത്ത് ഈശോ കൈമാറ്റം, ക്രിസ്തു കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നതിൽ നമുക്ക് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. പല മക്കളോടും ആഴമായി ചോദിക്കുമ്പോൾ, ഇവിടെ വന്ന് ആദ്യമായി വരുന്നവരെല്ലാം ഞങ്ങളിവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ പത്രം കിട്ടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നതൊന്നു മാത്രമാണ്, ഞങ്ങൾക്ക് പത്രം കിട്ടാറുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളതുകൊണ്ട് വീട്ടിൽ കൂട്ടിവെക്കുകയാണ് പതിവ് എന്ന് നമുക്കെപ്പോഴും സംസാരിച്ചുകൊണ്ട് നാം പത്രം കൈമാറുന്നത് വെറും ഒരു കടലാസ് കഷ്ണമല്ല, നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള അത്ഭുതങ്ങളാണ്. കാനായിൽ നടന്ന ആ വിവാഹത്തിൽ നടന്ന ആ ഒരു അത്ഭുതമാണ് ഇന്നും ഈ അൾത്താരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിലുണ്ടാകുന്ന വലിയ അത്ഭുതങ്ങളാണ്. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കൈമാറേണ്ടത് പരിശുദ്ധ അമ്മയെയും ഈശോയുടെ അത്ഭുതങ്ങളുമാണ്. ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ കൈപിടിച്ച് നടത്തുന്നതുമായ ഒരുപാട് അത്ഭുതങ്ങളാണ് നമുക്ക് കൈമാറാനുള്ളത്. നമുക്കത് നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഷീബയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം.